കാണുമ്പോൾ ചെറുതായിട്ട് പേടി വരുന്നുണ്ട് കേട്ടോ. ഒന്ന് സൈലന്റ് ആയിട്ടിരുന്ന സത്യം. സരസസുന്ദരി എന്ന പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഇതുപോലെ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ട്? അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ആ ഡാൻസ് ഷൂട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വല്ലാത്തൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മുறை വന്ന് പാറായോ ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് തിയേറ്ററിൽ നിന്ന് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, അന്ന് ജനിക്കാത്ത ഒരുപാട് ആൾക്കാർ. ഞാൻ പോലും ജനിച്ചിട്ടില്ല. ജനിച്ചില്ല, പക്ഷെ കണ്ട പ്രായം തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, ഓക്കെ. ചേട്ടാ, നായകന്മാരുടെ അന്യനായും കൂട്ടുകാരനും ഒക്കെ ആയിട്ടാണ് കൂടുതൽ വേഷങ്ങൾ കണ്ടിട്ടുള്ളത്. നായക വേഷങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? നായക വേഷം ചെയ്യാൻ ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പിന്നെ മാത്രമല്ല, പടം ഓടണ്ടേ. സംവിധാനത്തിലോട്ട് എന്തെങ്കിലും കൈവയ്ക്കാൻ സാധ്യതയുണ്ടോ? മിക്കവാറും ജനങ്ങൾ എന്നെ കൈവെക്കുമോ? ശരി. ബാലേട്ടൻ്റെ സമയത്ത് ഞാനിങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കും ലാലേട്ടൻ അങ്ങനെ എന്താണ് ലാലേട്ടൻ അഭിനയിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഞാൻ ദൂരത്തിരിക്കുകയാണ്, മോനെ സുഖമല്ലേ കഴിച്ചിട്ട് ആക്ഷൻ എന്ന് പറയും. പെട്ടെന്നാണ് പുള്ളി ക്യാമറ മുമ്പിലുണ്ടാവും, പെട്ടെന്ന് അങ്ങനെ അഭിനയിക്കും. നമുക്ക് എപ്പോഴും പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രവണതയുള്ള ആളാണ്. പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യും. അത് എനിക്കല്ലായിരുന്നു വേണ്ടത്, നിനക്കായിരുന്നു. നിനക്ക് കറക്റ്റ് ചേരി വരുന്നത്. എനിക്ക് വെച്ച് പരിചയമില്ല, എന്നാലും എങ്ങനെയുണ്ട്? സെറ്റല്ലേ? സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ. നമസ്കാരം. സെല്ലുലോയിഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് നമ്മളുടെ കൂടെയുള്ള ഈ ഒരു വ്യക്തി, അതായത് അടൂർ ഗോപാലകൃഷ്ണന്റെ അനന്തരം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റ്. അവിടെ ഒരു പയ്യൻ മതിൽ നിന്നും കുളത്തിലേക്ക് ചാടുന്ന ഒരു സീനുണ്ട്. ശരിക്കും രാവിലെ ഷൂട്ട് തുടങ്ങിയിട്ട് ആ പയ്യന് അത് ചെയ്യാൻ പറ്റിയില്ല. മതിലിനോട് അടുക്കുമ്പോൾ പകച്ചു നിന്നു പോവുകയാണ് ആ പയ്യൻ. ഉച്ച കഴിഞ്ഞ് വൈകിട്ടോട് അടുക്കുമ്പോഴാണ് ഈ പയ്യൻ കുളത്തിലേക്ക് ചാടാനുള്ള ധൈര്യം കാണിച്ചത്. ശരിക്കും അന്ന് ആ പയ്യൻ ചാടിയത് അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയിലേക്കായിരുന്നു. ആദ്യം അനിയനായും അളിയനായും കൂട്ടുകാരനായും പിന്നീട് അമ്മാവനായും വില്ലനുമായും ഒക്കെ മലയാള പ്രേക്ഷകരുടെ ഇഷ്ടക്കാരനായ സുധീഷ് ആയിരുന്നു ആ പയ്യൻ. സുധീഷ് ചേട്ടാ, സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഇൻട്രോ കുറച്ച് കൂടി പോയി. ഇൻട്രോ പറഞ്ഞപ്പോൾ രോമാഞ്ചം വന്നുപോയി. കാരണം മലയാള സിനിമയിലേക്ക് എടുത്തു ചാടിയെന്ന് പറഞ്ഞപ്പോഴേ നന്നായി. അതൊരു തുടക്കം തന്നെയല്ലേ? അതെ അതെ അതെ, അതാണ് അതിൻ്റെ ആദ്യത്തെ സിനിമ അനന്തരം എന്ന് പറഞ്ഞ അടൂർ സാറിൻ്റെ പടം. ഈ പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കുന്ന സമയത്ത് പിന്നെ സ്വിമ്മിങ് പഠിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് സ്വിമ്മിങ് പഠിച്ചു. അന്ന് നമ്മുടെ സ്വിമ്മിങ് പൂൾസിൽ അധികം ചാൻസസ് കുറവാണ്. അപ്പം നമ്മുടെ ഒരു പഴയ ഫ്രണ്ടിൻ്റെ ഒരു ഫാദറുണ്ട്, അവരെന്നെ പഠിപ്പിച്ചു, കുളത്തിൽ നിന്ന് പഠിപ്പിച്ചു, ഗംഭീരമായിട്ട് പഠിച്ചു. പക്ഷെ ഒരു കാര്യം മാത്രം പഠിച്ചില്ല, ചാടാൻ പഠിച്ചില്ല. അതാണ് അബദ്ധം പറ്റിയത്. ഫസ്റ്റ് ഷോട്ട് തന്നെ ചാടാനായിരുന്നുണ്ട്. ഫസ്റ്റ് ഷോട്ട് വെച്ചാൽ ആ സീക്വൻസിലെ ഫസ്റ്റ് ഷോട്ട് കുളത്തിലേക്ക് നല്ല ഹൈറ്റുള്ള മതിലിൻ്റെ മുകളിൽ എടുത്ത് ചാടാനായിരുന്നു. അതായത് ഒരു ആത്മഹത്യ ചെയ്യുന്ന പോലെ ചുരുക്കം പറഞ്ഞാൽ. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് 14 വയസ്സ്. 14 വയസ്സിലായിരുന്നു. അതെ അതെ. പിന്നെ നമ്മളങ്ങനെ സ്വിമ്മിംഗ് ഒന്നും അധികം ആ സമയത്തൊന്നും നേരത്തെ പഠിച്ചിരുന്നില്ല. കാരണം നമ്മൾ ടൗണിലൊക്കെയാണ് ജീവിച്ചും കാര്യങ്ങളൊക്കെ. കുറച്ച് നാട്ടിൻപുറത്തൊക്കെ ജീവിച്ച് വളർന്നിരുന്നെങ്കിൽ ചിലപ്പം ചെറുപ്പത്തിലേ എടുത്ത് കുളത്തിലേ ചാടായിരുന്നു. ഇതിപ്പോ ക്യാമറയും കൂടെ കുളത്തിലേ ചാടേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ. അവസാനം രക്ഷിക്കാനായിട്ട് ആരെങ്കിലും ചാടേണ്ടി വന്നോ? അന്ന് രക്ഷിക്കാനൊക്കെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ നല്ല ഒഴുക്കുള്ള പുഴയാണത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവരുടെ കൈ കിട്ടണമെന്നൊന്നുമില്ല. അല്ല, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് ചാടാൻ അറിയില്ല, അത്രയേ ഉള്ളൂ. ചാടിയില്ല. അവസാനം ചാടി. അത് രാവിലെ തൊട്ട് 10 മണി തൊട്ടിട്ട് ഉച്ചവരെ കാത്തിരുന്നു. അടൂർ സാറിൻ്റെ ക്ഷമ സമ്മതിക്കണം. ഉച്ചവരെ കാത്തിരുന്നു. മോനെ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ബ്രേക്ക് ചെയ്യാം, ഭക്ഷണം കഴിച്ചിട്ട് പതുക്കെ സാവധാനത്തിൽ വന്നിട്ട് നമുക്കൊന്നുകൂടെ നോക്കാം. ഭക്ഷണം കഴിച്ച് വന്ന് പിന്നെ ഇങ്ങനെ നിൽക്കുക 3 മണി 4 മണി വരെ. അവസാനം 4-4:30 മണി കണ്ണും പൂട്ടി എന്തും വരട്ടെന്ന രീതിയിൽ ഒരു ഒറ്റ ചാട്ടം. അതേ ഒരു രീതി തന്നെ ഞാൻ എൻ്റെ മകനോടും പറഞ്ഞു കൊടുത്ത്. മറ്റേ കൊച്ചവപ്പോലോ അയ്യപ്പപ്പോലോ സമയത്തും അതിൽ കൂടുതലായിട്ടും പിന്നെ കുളത്തിലും പിന്നെ പൂൾസിലും അതുപോലെ പുഴയിലൊക്കെ വലിയ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള പുഴയിൽ വരെ നീന്തേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, ചാടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ധൈര്യം കൊടുത്തെങ്കിലും എനിക്കുള്ളിൽ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം മറ്റേ പുഴ പോലെയല്ല. ഞാൻ ചാടിയത് അടൂർ പന്തളത്തുള്ളൊരു പുഴയാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവിടെ ചാടാൻ പാടില്ല, അവിടെ കുളിക്കാൻ പാടില്ല എന്നൊക്കെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ആ ഒരു ഏരിയയിൽ അങ്ങനെ ചെയ്തതാണ്. അതിന് ഒരുപാട് സെക്യൂരിറ്റീസ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫൈറ്റ് മാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ നിന്നു. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെയല്ലേ, നമ്മൾ പ്രകൃതിയെ നമുക്ക് പിടിച്ചാൽ കിട്ടുമോ?
ഇപ്പം കണ്ടൊരു ഉരുൾപൊട്ടൽ വന്നിട്ട് എല്ലാവരും കൊണ്ടുപോയില്ല, എത്ര ഉണ്ട് അറിഞ്ഞിട്ട് എന്താ കാര്യം? ആ സമയത്ത് ഒന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് എന്ത് മറിമയാ സംഭവിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പം പെട്ടെന്ന് വലിയ കുത്തൊഴുക്ക് വരാം, ഒക്കെ സംഭവിക്കാം. അപ്പം അതൊക്കെ ഭയത്തിനൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു. അപ്പം എന്താണെങ്കിലും വെള്ളത്തിലുള്ള കളിയായിരുന്നു മൊത്തത്തിൽ. തുടക്കം തന്നെ വെള്ളത്തിലായിരുന്നു. അതെ, വെള്ളത്തിലായിരുന്നു. ശരിക്കും നീണ്ട 35 വർഷം അഭിനയ ജീവിതം, എങ്ങനെയുണ്ട് ലൈഫൊക്കെ? ലൈഫ് വളരെ സന്തോഷമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 35 വർഷവും വളരെ സന്തോഷത്തോടെ തന്നെയാണ് പോയത്. പിന്നെ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി എടുക്കുന്ന പോലെ അല്ലല്ലോ. അതായത് നമുക്കൊരു സ്ഥിരം ശമ്പളമൊന്നും പ്രതീക്ഷിക്കേണ്ട, അതൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ടെൻഷൻ മനസ്സിലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. പക്ഷെ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഇടതടവില്ലാതെ സിനിമകൾ ലഭിച്ചുകൊണ്ടിരിക്കണം, അപ്പോഴേ ജീവിത കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. അപ്പോഴും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരുന്നോ? എന്താണെന്നറിയില്ല, ഞാൻ സ്റ്റേബിൾ ആയിരുന്നു, വലിയ കുഴപ്പമില്ല. ഫിനാൻഷ്യലി ഇതുവരെ അങ്ങനെ ഒരു ദൈവം സഹായിച്ച് അങ്ങനെ ഇതുവരെ ഒരു ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അതൊക്കെ ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നായകന്മാരുടെ അന്യനായും കൂട്ടുകാരനും ഒക്കെ ആയിട്ടാണ് കൂടുതൽ വേഷങ്ങൾ കണ്ടിട്ടുള്ളത്. നായക വേഷങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? നായക വേഷങ്ങൾ എന്നുള്ളതല്ല, എല്ലാ വേഷങ്ങളും ചെയ്യാന്നുള്ളതാണ് ആഗ്രഹം. അപ്പം അതിൽ നായക വേഷം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ സെൻട്രൽ ക്യാരക്ടേഴ്സ് ചില പടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് വേനൽ കിനാവുകൾ, ചെപ്പടി വിദ്യ, പിന്നെ വേറൊരു ആകാശത്തേക്കൊരു കിളിവല എന്ന് പറഞ്ഞ സിനിമ, പിന്നെ അച്ഛൻ്റെ പൊന്നുമക്കൾ, അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ചില ക്യാരക്ടേഴ്സാണ്, സെൻട്രൽ ക്യാരക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു നായക വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നായക വേഷം ചെയ്യാൻ ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പിന്നെ മാത്രമല്ല, പടം ഓടണ്ടേ, അപ്പം നല്ലൊരു നായകൻ വേണം, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ലൊരു നടനും വേണ്ടേ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ രീതി. നായകനാണെങ്കിൽ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റും ആണ്. പിന്നെ ഈ പറഞ്ഞ ഹീറോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പടം വന്ന് അത് സക്സസ് ആയി, അത് സൂപ്പർ ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്ഥിരമായിട്ട് നായക വേഷങ്ങൾ കിട്ടുള്ളൂ. എന്നാൽ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യാനും അടുത്ത ഒരു നായക വേഷം എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയൊക്കെ നമ്മൾ വെറുതെ ആരെങ്കിലും വന്ന് വന്ന് പോയി ചെയ്തിട്ട് കാര്യമില്ല. അതിന് കുറച്ച് എന്താ പറയുക, പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ നേരെ പോയിട്ട് അഭിനയിക്കുക എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള നായക വേഷങ്ങൾ അങ്ങനെ സ്ഥിരമായിട്ട് ലഭിക്കാത്തത് അതുകൊണ്ടായിരിക്കും. സംവിധാനത്തിലോട്ട് എന്തെങ്കിലും കൈവയ്ക്കാൻ സാധ്യതയുണ്ടോ? മിക്കവാറും ജനങ്ങൾ എന്നെ കൈവെക്കുമോ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് അല്ല, സംവിധാനം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. സിനിമയിലുള്ള എല്ലാ മേഖലയും ഇഷ്ടമാണ്, സംവിധാനം ഇഷ്ടമാണ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇഷ്ടമാണ്, അഭിനയം ഏറ്റവും ഇഷ്ടം. അഭിനയത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. നമ്മളിപ്പോഴും ഞാൻ ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പകാലം മുതൽ എൻ്റെ അച്ഛൻ്റെ നാടകങ്ങൾ കണ്ടിട്ടും ഇഷ്ടപ്പെട്ടു, അഭിനയിക്കാനുള്ള ആഗ്രഹം വന്നു. പിന്നെ നമ്മൾ സിനിമകൾ, ഇപ്പോൾ സത്യൻ സാറിൻ്റെയും ശിവാജി സാറിൻ്റെ നസീർ സാറിൻ്റെ സിനിമകൾ കണ്ടിട്ട് അങ്ങനെയുള്ള അഭിനയിക്കാനുള്ള ആഗ്രഹം വന്നു. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വന്ന് നമ്മളെ ഒരു സ്റ്റാർസ് എന്ന് പറയുകയാണെങ്കിൽ മമ്മൂക്ക, ലാലേട്ടനായിട്ട്, അതൊരുവിധം എല്ലാ കാലഘട്ടത്തിലും അവരായിരിക്കും ഒരു സ്റ്റാർസ് എന്നുള്ള ഇമേജ്. അപ്പോൾ അത് കണ്ടിട്ട് അഭിനയിക്കാനുള്ള ആഗ്രഹം വന്നു, അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. പിന്നെ സ്റ്റിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് അങ്ങനെ ഓരോ കാലത്തും പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അഭിനയം ഇങ്ങനെ ഒരിക്കലും തീരുന്നില്ല. ഈ കലാപരമായിട്ടുള്ള ഒരു ഫീൽഡും ഒരിക്കലും പഠിച്ച് തീരില്ല എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സംവിധാനത്തിനിടയിൽ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറയുകയാണെങ്കിൽ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ A to Z അറിഞ്ഞിരിക്കണം, എല്ലാ കാര്യങ്ങളും. അതായത് മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും ആർട്ട് സെക്ഷൻ. എൻ്റെ അറിവാട്ടോ ഞാൻ പറയുന്നത്, അല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ചെയ്യുന്നൊരു സംവിധാനം എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് എപ്പോഴാണ് സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ എത്തിച്ചേരുമ്പോൾ ആലോചിക്കാം. പിന്നെ കുറേ പരസ്പരം ആരെങ്കിലും സഹായമൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. ഒരു സീരിയൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഓർമ്മിപ്പിച്ചല്ലേ, ഞാനത് മറന്നിരിക്കുകയായിരുന്നു. മറക്കാൻ ശ്രമിച്ച കാര്യമായിരുന്നു. അല്ല, മറക്കാൻ ശ്രമിച്ചത് അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് ഞാൻ ഇതേപോലെ ഒരു കഥ എഴുതി. അത് ഒരു 4 എപ്പിസോഡായിട്ട് ഞാനൊരു കഥ എഴുതിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചപ്പോൾ ഓരോ പറഞ്ഞ് ഗംഭീരമായിട്ടുണ്ട്, രസമുണ്ടെന്ന് ചെയ്തുകൂടെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ആവേശം തന്നിട്ടാണ് ഞാൻ സംവിധാനമായി പോയത്. അപ്പോൾ അത് 4 എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചൊരു വലിയ ബഡ്ജറ്റിലായി പോയി ചെയ്തത്. കാരണം എനിക്ക് ശീലം ഒരു സിനിമ ചെയ്യുന്ന രീതിയിലുള്ള ശീലമാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. അപ്പോൾ ഞാൻ അതേപോലെ വലിയ യൂണിറ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ വന്ന് എല്ലാവർക്കും നല്ല അടിപൊളി ഹോട്ടൽ റൂംസൊക്കെ കൊടുത്ത് ഭയങ്കര എക്സ്പെൻസായി. 4 എപ്പിസോഡ് നല്ല എക്സ്പെൻസായി. പിന്നെ ഞാൻ ചൂസ് ചെയ്ത ഒരു സബ്ജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ കോളേജ് സബ്ജക്റ്റാണ്.
കോളേജ് സബ്ജക്റ്റ് ഒന്നും ഒരിക്കലും സീരിയൽ ആരും പിന്നെ ചൂസ് ചെയ്യില്ല. മിക്കവാറും ഒരു 4 മുറിക്കുള്ളിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സീരിയൽ എടുക്കുന്നതിന് പ്രത്യേക ഒരു നാക്കുണ്ട്. ഒരു ബിസിനസ്സും കൂടെ കണ്ടിട്ടാണ് സീരിയൽ എടുക്കേണ്ടത്. നമ്മൾ പിന്നെ ആ ബിസിനസ്സും നോക്കാതെ ഗംഭീരമാവണമെന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് എടുത്ത്. അപ്പോൾ പക്ഷേ ഈ 4 എപ്പിസോഡ് ഏഷ്യാനെറ്റ് കണ്ടപ്പോൾ തന്നെ അവർ അപ്രൂവ്ഡ് ആയി. അവർ വേറെ ഒന്നും ആലോചിക്കാനില്ല, അവർ അപ്പം തന്നെ അവർ അപ്രൂവ് തന്നിട്ട് ഉടനെ ബാക്കി ചെയ്തോളം പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് താല്പര്യമായി. പക്ഷേ പിന്നെ ഞാൻ അവിടുന്ന് അങ്ങോട്ട് ഉള്ള എപ്പിസോഡ്സ് ഞാനൊന്ന് പതുക്കെ പഠിച്ചു തുടങ്ങി, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. പക്ഷേ എങ്കിലും കോളേജസ് ആണ് സബ്ജക്റ്റ്. ഇപ്പോൾ കോളേജ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇന്നൊരു കോളേജ് കിട്ടിയാൽ ആ കോളേജിന് നാളെ കിട്ടണമെന്നില്ല ഷൂട്ട് ചെയ്യാൻ. കാരണം എന്താ പറയുക, കോളേജ് പിന്നെ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ എപ്പോഴും അവൈലബിൾ അല്ല. അപ്പോൾ പല കോളേജസാണ് ഞാൻ ഒരു കോളേജ് ഷൂട്ട് ചെയ്തത്. അതൊക്കെ നമ്മൾ ചീറ്റ് ചെയ്ത് പല ആംഗിളും വരാന്തകളൊക്കെ പിടിച്ച് അങ്ങനെ കിട്ടുന്ന അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് പോയതാണ് ചെയ്തത്. ഒരു നാക്കിൽ അങ്ങനെ പോയി, ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഹിറ്റായി, നല്ല പാട്ടായിരുന്നു അതിൻ്റെ ടൈറ്റിൽ സോങ്. അപ്പോൾ അങ്ങനെ അത് ഇഷ്ടപ്പെട്ട ഒരു. ഏകദേശം എത്ര വർഷം പോയി ആ സീരിയല്? അല്ല, അത് അന്നത്തെ കാലത്ത് എന്ന് പറയുകയാണെങ്കിൽ വീക്ക്ലി വൺസാണ്, ഇന്നത്തെ പോലെ ഡെയിലി മെഗയല്ല. അപ്പോൾ 13 എപ്പിസോഡാണ് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഒരു കണക്ക്. നമുക്ക് 13 എപ്പിസോഡ് സീരിയലാണ് അപ്രൂവൽ കിട്ടുന്നത്. പിന്നെ നന്നായതുകൊണ്ട് അവർ ഒരു 13 കൂടെ നീട്ടി തന്നു, എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ ആ കഥ മൊത്തം കഴിയാനായിട്ട് ഒരു 33 എപ്പിസോഡ്സ് എടുത്തു. അങ്ങനെ 33 എപ്പിസോഡിലെ കഥ അവസാനിച്ചു. ചേട്ടൻ പറഞ്ഞ പോലെ ഈ മമ്മൂക്കയുടെ കൂടെയും ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും രണ്ട് ഡയമണ്ട്സ് ആണ്, രണ്ടുപേരുടെ വ്യത്യാസം ചോദിക്കാൻ പാടില്ല. എന്നാലും രണ്ടുപേരുടെയും കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ലാലേട്ടൻ്റെ കൂടെയും മമ്മൂക്കയുടെയും? അല്ല, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ആഗ്രഹിക്കുന്നൊരു ഒരു കാലത്ത് മമ്മൂക്കയും ലാലേട്ടനും മാത്രമേ മലയാള സിനിമയിൽ നായകന്മാരായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കുറേ കാലത്തിന് ശേഷമാണ് ജയറാമേട്ടൻ വരുന്നത്. അതിനു മുമ്പ് ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ നമ്മുടെ മനസ്സിൽ കയറിയിട്ട് ഇങ്ങനെ ഇവരെ കൂടെ ഒന്ന് കാണുക എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യം, അഭിനയിക്കുന്ന രണ്ടാമത്തെ കാര്യം. അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗ്യത്തിന് ആദ്യത്തെ സിനിമയിൽ തന്നെ, അടൂർ സാറിൻ്റെ സിനിമയിൽ തന്നെ മമ്മൂക്കയോടൊപ്പം അഭിനയിക്കേണ്ടൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. കാരണം മമ്മൂക്ക ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര ഈസിയാക്കി തന്നു. ഒരു എൻ്റെ ഏട്ടനായിട്ടാണ് അവർ അഭിനയിക്കുന്നത് മമ്മൂക്ക. അപ്പോൾ ഒരു ഏട്ടനെ പോലെ തന്നെയാണ് പുള്ളി പെരുമാറ്റവും കാര്യങ്ങളൊക്കെ തന്നെ. പലരും പണ്ട് പറയാറുണ്ട് ഭയങ്കര ഗൗരവക്കാരനാണ്, ഭയങ്കര അങ്ങനെയൊക്കെ പണ്ട് പറയാറുണ്ടായിരുന്നു. പക്ഷേ എന്നോട് യാതൊരു വിധ അങ്ങനെ ഒരു ഗൗരവവും കാണിച്ചിട്ടില്ല. ഒരു ഏട്ടനെ പോലെ തന്നെ. പിന്നെ അടൂർ സാറിൻ്റെ സെറ്റായിരുന്നല്ലോ. അപ്പോൾ സാറ് പറയുന്ന പോലെ നമ്മളിങ്ങ് ചെയ്ത് കൊടുത്താൽ മതി, സാറിന് ഓക്കെ ആവുന്ന രീതിയിൽ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ത്രില്ലിങ് ആയി ഫസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ അതിൽ ചെയ്തതിന് ശേഷമാണ് മുദ്ര എന്ന് പറയുന്ന പടത്തിൽ സിബി സാറ് വിളിക്കുന്നത്. അതിൽ മമ്മൂക്ക തന്നെയാണ്. അപ്പോൾ ഞാൻ പിന്നീട് അറിഞ്ഞത് പിന്നെ സിബി സാർ എന്നെ ഫിക്സ് ചെയ്ത സമയത്ത് മമ്മൂക്കയും സപ്പോർട്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് എപ്പോഴും പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രവണതയുള്ള ആളാണ്. പുതിയ ആൾക്കാർ വരുമ്പോൾ അപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യും. പക്ഷെ പിന്നീട് പിടിച്ചു നിൽക്കുക എന്നുള്ളത് അയാളുടെ തീരുമാനം, കഴിവ് പോലെ ഇരിക്കും. അങ്ങനത്തെ ഒരു നല്ലൊരു എന്താ പറയുക ആറ്റിറ്റ്യൂഡും ഒരു ആർട്ടിസ്റ്റിന് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും ശാസനകളും എല്ലാം കൊടുക്കുന്നൊരു ബിഗ് ആക്ടർ തന്നെയാണ് മമ്മൂക്ക. ലാലേട്ടനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ലാലേട്ടൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെപ്പോലെ ഒരു കുട്ടിക്കളി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അങ്ങനെ നമ്മൾ മനസ്സിൽ കണ്ടത് അതേപോലെ തന്നെയാണ് എനിക്ക് സെറ്റിൽ പോയപ്പോഴും ഫീൽ ചെയ്തത്. മണിച്ചിത്രത്താഴാണ് ഫസ്റ്റ് ഫിലിം ലാലേട്ടനോട് അഭിനയിക്കുന്നത്. അതൊരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയുന്നുള്ള ആക്ടിങ്ങിലുള്ളൊരു നമ്മൾ അറിയാതെ അഭിനയിച്ചു പോകും. അദ്ദേഹത്തിൻ്റെ നോക്കുമ്പോൾ റിയാക്ഷൻസൊക്കെ അറിയാതെ വന്ന് അങ്ങനെ പോകും. അത്രയും നമ്മൾ ഈസിയാക്കി തരും. ഒരു മാഗ്നറ്റിക് പവറാണ്, ഒരു മാഗ്നറ്റിക് ഫീലിംഗ് ആണ് പുള്ളിയെ നമ്മളെ ആലിംഗനം ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു തരം. അതൊരു എക്സ്ട്രാ ഓർഡിനറി മാൻ, അത് അദ്ദേഹത്തിന് മാത്രം പറ്റുന്നൊരു ഏരിയയാണ്. അങ്ങനെ ചെയ്യാം. അദ്ദേഹം തന്നെ പല സിനിമകളും പറയാറുണ്ടല്ലോ. അതായത് പലരും ചോദിക്കും ഇന്ന കഥാപാത്രം ലാലേട്ടൻ സാർ എങ്ങനെയാണ് അവതരിപ്പിച്ചത്, വളരെ ശക്തമായ കഥാപാത്രം, ഇത്രയും ബോൾഡായിട്ടുള്ള, അത് 32 വയസ്സിലേക്ക് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ലാലേട്ടൻ പറയുന്ന മറുപടി എന്താ വെച്ചാൽ, അത് എവിടുന്നോ ഒരു ശക്തി വന്നിട്ട് എന്നെ കൊണ്ട് അറിയാതെ ചെയ്യിക്കുക എന്നുള്ളതാണ്. കറക്റ്റാണ്. പുള്ളി ടേക്കിൻ്റെ തൊട്ട് മുമ്പ് വരെ പുള്ളി ഭയങ്കര ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കും. ആക്ഷൻ പറയുമ്പോൾ മാത്രമാണ് അഭിനയം വരുന്നത്. അത് എവിടുന്ന് വരുന്നൊരു ഇതാണ്. ഞാനിങ്ങനെ അഭിനയം ബാലേട്ടൻ്റെ സമയത്ത് ഞാനിങ്ങനെ നോക്കിയിരിക്കും ലാലേട്ടൻ അങ്ങനെ എന്താണ് ലാലേട്ടൻ അഭിനയിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ, ഞാൻ ദൂരത്തിരിക്കുകയാണ്, മോനെ സുഖമല്ലേ വെച്ചിട്ട് ആക്ഷൻ എന്ന് പറയും, പെട്ടെന്നാണ് പുള്ളി ക്യാമറ മുമ്പിലുണ്ടാവും, പെട്ടെന്നങ്ങനെ അഭിനയിക്കും. അതൊക്കെ ഇത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷെ കറക്റ്റ് മീറ്ററിൽ വരണ്ടേ, ഒരു കഥാപാത്രമായിട്ട് മാറി വരണ്ടേ അതങ്ങോട്ട് ചെയ്യാനായിട്ട്. അത് എന്തോ ഒരു ശക്തി അദ്ദേഹത്തിനുണ്ട്. അതുപോലെ മണിച്ചിത്രത്താഴിന്റെ കാര്യം പറഞ്ഞപ്പോൾ വീണ്ടും റിലീസ് ആവാൻ പോവുകയാണ് മണിച്ചിത്രത്താഴ്. പോയി കാണാനുള്ള ഒരു ആഗ്രഹമില്ലേ തിയേറ്റർ വിസിറ്റ് ചെയ്യാൻ? അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. മണിച്ചിത്രത്താഴ് വീണ്ടും ഇറങ്ങാമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹമുണ്ട്. ഒന്നാമത്തെ കാര്യം, അത് പിന്നെ ആർക്കാ ഇല്ലാത്ത പടം കാണാനല്ലേ.
അത് എന്താ പറയുക, ഒരു മലയാള സിനിമയുടെ എവർ ഗ്രീൻ ക്ലാസിക്കാണ് മണിച്ചിത്രത്താഴ്, ഒരു സംശയമില്ല. കാരണം അതിനകത്ത് അതിപ്പോൾ ഇറക്കുകയാണെങ്കിലും അതിനകത്ത് ഒരു സീനും കട്ട് ചെയ്ത് മാറ്റാനില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം പണ്ടത്തെ കാലത്തെ സിനിമ അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വരുന്ന ഓരോ സീനുകളും ഡയലോഗ്സൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ പിന്നെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ അത് പഴയ ടൈപ്പ് സാധനങ്ങൾ, അപ്പോൾ അതിനകത്ത് കുറേ സാധനം നമുക്ക് എടുത്ത് കളയണം എന്ന് തോന്നിപ്പോവും. പക്ഷേ മണിച്ചിത്രത്താഴിൽ ഒന്നും എടുത്ത് കളയാനില്ല എന്നുള്ള കാര്യമാണ്. ഒന്നും കൂട്ടിച്ചേർക്കാനും ഇല്ല, എപ്പോഴും ഫ്രഷ്. അതാണ് മണിച്ചിത്രത്താഴ്. അപ്പോൾ തിയേറ്ററിൽ വീണ്ടും വരിക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്നാമത് അന്ന് തിയേറ്ററിൽ നിന്ന് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, അന്ന് ജനിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പോലും ജനിച്ചിട്ടില്ല. ജനിച്ചിട്ടില്ല, പക്ഷെ കണ്ട പ്രായം തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, ഓക്കെ. ചേട്ടാ അത് അപമാനമായി പോയി. ചോദിക്കും. ഞാൻ പറഞ്ഞത് ചെറുപ്പമാണ്, എനിക്കറിയാം ജനിച്ചില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരുപാട് എന്നെപ്പോലത്തെ ഒരുപാട് ആൾക്കാർ ജനിച്ചില്ല. അപ്പോൾ അവരൊക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും സിനിമ. പക്ഷെ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ സൗണ്ട് എഫക്റ്റോടുകൂടി അന്നത്തേക്കാട് നല്ല രീതിയിൽ സൗണ്ട് എഫക്റ്റോടുകൂടി ആസ്വദിക്കാൻ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അന്ന് കണ്ട ആൾക്കാരും കൂടെ ഈ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ, സൗണ്ട് സിസ്റ്റത്തിൽ ആസ്വദിക്കാൻ പറ്റുക. നമ്മൾ എന്താ പറയുക, നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന മ്യൂസിക്കുകൾ, പാട്ടുകൾ, അതിലെ ഡയലോഗുകൾ, ഇതൊക്കെ സിനിമാ തിയേറ്ററിൽ ആ സറൗണ്ടിങ്ങിൽ ആഘോഷിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററിലേക്ക് വരുന്നത്. ഞാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക കാണാനായിട്ട്. വീണ്ടും ആ പഴയ കാലം, ചെറുപ്പകാലം. പക്ഷേ ലുക്കിന് മാറ്റമൊന്നുമില്ല, അതേപോലെ തന്നെ ഏകദേശം. എന്നെ സൂചിപ്പിക്കണ്ട, ചെറിയ ചെറിയ മാറ്റമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, സാധാരണയാണ്. അല്ല, മാറ്റം വേണം. ഞാൻ ഒരു കാലത്ത് മാറ്റം വരാൻ വേണ്ടി ആഗ്രഹിച്ച ഇഷ്ടം പോലെ. പക്ഷെ ഇപ്പോഴും ചേട്ടന് മറ്റേ കോളേജിലെ സ്റ്റുഡന്റ് ആയിട്ടൊക്കെ അഭിനയിക്കാനുള്ള ഈവനിങ് കോളേജ് ആയിരിക്കും. അങ്ങനെയല്ല, അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, പാർട്ട് ടൈം കോളേജിൽ പോകുന്ന ആൾക്കാർ. അല്ല, ഇതിലിപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രായമുള്ള വേഷങ്ങൾ തന്നെയാണ്. ഒരു 45, 50, 55 അങ്ങനെയുള്ള റേഞ്ചുള്ള ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ജനങ്ങളെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. ജനങ്ങൾക്ക് അറിയാം നമ്മളെ പ്രായമൊക്കെ എന്താണെന്നുള്ള കാര്യം. നമ്മളിപ്പോൾ എന്ത് മേക്കപ്പ് ഇട്ട് വന്നാലും എങ്ങനെ വന്നാലും ജനങ്ങൾക്കറിയാം നമ്മുടെ ഏകദേശം എത്ര ഏജ് ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ ചെറുപ്പക്കാരനാവാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ സിനിമയിൽ ചില അത്യാവശ്യ ഘടകങ്ങൾ വരും. അതായത് ഫ്ലാഷ് ബാക്കിലോ അല്ലെങ്കിൽ ലൈറ്റായിട്ട് കുറച്ച് ചെറുപ്പ സീൻസ് കാണിക്കേണ്ട സിറ്റുവേഷനിൽ അതിന് വേണമെങ്കിൽ എന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഞാൻ പറയുന്ന രണ്ട് സംഭവം വരുമ്പോൾ അത്ര വലിയ മേക്കപ്പ് ചെയ്ത് വല്ലാണ്ട് ചെറുതാക്കി കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യം വരില്ല എന്ന് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ കൂടുതലായിട്ടും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചൊരു അങ്ങനെ ഒരു മെച്യൂർ ക്യാരക്ടേഴ്സാണ്. ഒരു 45, 50 അങ്ങനെയുള്ള റേഞ്ചുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതൽ ചെയ്യുന്നത്. ചേട്ടാ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ടും കൂട്ടുകാരനായിട്ടും അനിയനായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം സിനിമയുടെ എല്ലാ കാലഘട്ടവും കണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന്റെ ചേഞ്ച് എങ്ങനെയാ ചേട്ടൻ നോക്കി കാണുന്നുണ്ട്? ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ ജീവിത രീതികളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് സിനിമയിൽ എപ്പോഴും പ്രതിഫലിക്കുന്നത്. അതാണല്ലോ സിനിമയിൽ എടുക്കുന്നത്. ഇപ്പോൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നാച്ചുറലായിട്ട് സിനിമയിൽ കൊണ്ടുവരുമ്പോഴാണ് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ബാക്കി ഡ്രീംസും ഉണ്ട്, ചില സ്വപ്നങ്ങൾ. ഇപ്പോൾ സിനിമയിൽ എപ്പോഴും മരം ചുറ്റി പ്രേമം പണ്ട് സ്ഥിരമായിട്ട് കാണിക്കാറുണ്ട്. അതൊരിക്കലും ജീവിതത്തിൽ നടക്കാത്ത കാര്യമാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും സിനിമയിൽ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അപ്പോൾ ഇപ്പോൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് അവരോട് എത്തി എല്ലാം നമ്മുടെ എന്താ പറയുക വിരൽ തുമ്പത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ സിനിമയെ ഫോളോ ചെയ്യാൻ. അപ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ ഈ പണ്ടത്തെ ഈ ബന്ധങ്ങൾക്ക് ഭയങ്കരമായ പ്രാധാന്യം, അതിലുണ്ടാകുന്ന സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളും, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങുക, ദേഷ്യപ്പെടുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആൾക്കാരെ എന്നൊക്കെ മാറി വന്ന് വളരെ ഈ ലൈറ്റർ വേനാണ് ഇപ്പോൾ അങ്ങനെ റിലേഷൻസ് കാണുന്നത്. ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ വേണ്ടതില്ല എന്നുള്ളതല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അങ്ങനെ ലൈറ്റർ വേസ് ഉള്ള സിനിമകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാറ്റം വരും സമൂഹത്തിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ആക്ടർ എന്ന രീതിയിൽ ആ മാറ്റം നമ്മൾ കണ്ട് മനസ്സിലാക്കി അതിപ്പോൾ പിന്നെ സ്ക്രീനിൻ്റെ പുറത്താണെങ്കിലും സ്ക്രീനിൻ്റെ അകത്താണെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ ആക്ട് ചെയ്യുക എന്നുള്ള. പിന്നെ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നത് ചില ചരിത്ര സിനിമകൾ, കാലഘട്ട പടങ്ങൾ, അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ രീതിയിൽ ആക്ട് ചെയ്യാനുള്ള ചില സാധ്യതകൾ കിട്ടും. ചേട്ടനൊരു പ്രണയം ഉണ്ടായിട്ടില്ലേ? നമ്മൾ ആ ഒരു ടീനേജിൽ പ്രണയമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? എല്ലാവരുടെ മനസ്സിലും പ്രണയം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഉണ്ടാവണം എപ്പോഴും. പക്ഷെ പ്രണയം ഞാനങ്ങനെ തുറന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അവരോടും. തുറന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രണയം തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങോട്ടും പ്രണയം ഉണ്ടെന്ന് വിചാരിച്ചോ അവർക്ക്?
ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഹാപ്പി. അല്ല, നമ്മളൊരു പ്രണയം തുറന്ന് പറയുമ്പോൾ അവർ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായി പോട്ടെ, കഴിഞ്ഞല്ലോ. പഴുത അതേ സമയം തിരിച്ചിങ്ങോട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷനായി. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണെന്നുള്ള നമുക്ക് സന്തോഷവും ആവേശവും എല്ലാം കൂടും. പിന്നെ നമ്മൾ എന്താ പറയുക, അവരൊരിക്കലും ചതിക്കാൻ പാടില്ല ഇങ്ങോട്ടൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ കഴിയുന്ന അങ്ങോട്ട് പറയാറില്ല. അതായിരിക്കും സേഫ്. അതെ. ചേട്ടാ, നമുക്ക് ചെറിയൊരു ഗെയിമിലേക്ക് പോയാലോ? എന്താണ് അത്? ചെറിയ ഗെയിം. ഞാൻ കുറച്ച് ഗിഫ്റ്റ് ചേട്ടന് തരും. ചേട്ടൻ ഓപ്പൺ ചെയ്തിട്ട് ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും അതിനുള്ളിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പിച്ച് പറയാൻ പറ്റുക? ഉറപ്പാണ്. പറയാൻ പറ്റുള്ളൂ. ചേട്ടന് ഇഷ്ടപ്പെടും. ചേട്ടന് ഇതിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാണും, അത് ഉറപ്പാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്യാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ അത്. കല്ലൊന്നുമല്ലല്ലോ. ഏയ്, നമ്മളങ്ങനെ ചെയ്യോ? ധൈര്യമായിട്ട് പൊട്ടിക്ക്. പറയാൻ പറ്റില്ല, മറ്റേ സാധനം വരും. വരില്ലല്ലോ. എന്താ ഇതാ? എന്താ? എടുക്കൂ. ഇത് ശരിക്കും എനിക്ക് തരേണ്ട ആവശ്യമില്ല, ഞാൻ അവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ? കറക്റ്റ് ഫസ്റ്റ് അത് തന്നെ എടുത്തു. കറക്റ്റ്, അടിപൊളി. നമ്മളെ കറക്റ്റ് സമയത്ത് തന്നെ. മണിച്ചിത്രത്താഴിലെ സുധീഷ് എന്ന് കേൾക്കുമ്പോ ആദ്യം ഓർമ്മ വരുന്നത്. അതെ അതെ അതെ, അത് ഞാൻ പറഞ്ഞ ഇപ്പൊ വീണ്ടും റിലീസിന്റെ സമയമായതുകൊണ്ട് ഇത് കറക്റ്റ് ഗിഫ്റ്റ് അല്ലേ? കറക്റ്റ് ഗിഫ്റ്റ്. താങ്ക് യു, വളരെ സന്തോഷം. വേറെ കാര്യമുണ്ട്, ഇതെനിക്ക് ഒരുപാട് കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പൊ കുറെ കിട്ടിയിട്ട്. കാരണം പണ്ട് പിന്നെ കോളേജ് ഫങ്ഷൻസ് ഒക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും കോളേജ് പിള്ളേർ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചെറിയ ടൈപ്പൊക്കെ ഉണ്ടല്ലോ, ചെറിയ കിണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ചെറുതായതുകൊണ്ടോ ചെറിയ കിണ്ടി തരുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഞാൻ വലുതായതുകൊണ്ടായിരിക്കും വലിയ കിണ്ടി കുഴപ്പമില്ല. അപ്പൊ ഒരു കിണ്ടിയുടെ കളക്ഷൻ തന്നെ വീട്ടിലുണ്ടെന്നാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി. നമ്മളങ്ങനെ അതൊക്കെ നല്ല രസമുള്ള കാര്യമല്ലേ, അത് എവിടെയും കളഞ്ഞിട്ടൊന്നുമില്ല. ആ സിനിമയിൽ കിണ്ടിയുടെ ഒരു ഓർമ്മ എന്തായിരിക്കും? സിനിമയിൽ കിണ്ടിയുടെ സത്യം പറയുകയാണെങ്കിൽ ഒരൊറ്റ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, എനിക്കിതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ല ഈ കിണ്ടി എന്നുള്ള സംഭവമൊന്നും. കാരണം അന്ന് ഞാൻ അത്യാവശ്യം എന്താ പറയുക, ഈ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ അത്രയും പോപ്പുലർ അല്ലെങ്കിലും അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിച്ച് നിൽക്കുന്ന സമയമാണ്. ഉദാഹരണത്തിന് മുദ്ര, വേനൽക്കിനാവുകൾ, ആധാരം, ചെപ്പടി വിധ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ട് ആൾക്കാർക്ക് അത്യാവശ്യം അറിയാം. അപ്പോൾ ആ ഷൂട്ടിംഗ് സമയത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ പിന്നെ റൂമിൻ്റെ അകത്ത് ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരു തവണ ഞാനും ഫാസിൽ സാറും കൂട്ടിയാണ് ഇങ്ങനെ നടന്നു പോയത്. അപ്പോൾ പിള്ളേരപ്പോൾ സുധീഷ് എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ സാറ് പറഞ്ഞു, ഇപ്പോൾ സുധീഷ് എന്നൊക്കെ വിളിക്കും, ഈ പടം റിലീസായി കഴിഞ്ഞാൽ സുധീഷിൻ്റെ പേര് മാറും. അപ്പാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്താ മനസ്സിലായില്ല, പേര് മാറുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് സാറിന് അത്രയും കോൺഫിഡൻസ് ആണ് ആ കാര്യത്തിൽ, അതുകൊണ്ടാണ് സാർ അങ്ങനെ പറയാനുള്ള കാരണം. നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് തോന്നിയിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുള്ള കാര്യം. കാരണം എൻ്റെ ഏരിയ ഞാൻ വിചാരിച്ചത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. കാരണം ഒരുപാട് സ്റ്റാറുകൾ പടത്തിലുണ്ടല്ലോ. തിലകൻ ചേട്ടനൊക്കെ ഗംഭീര പെർഫോമൻസ്, വേണുചേട്ടൻ, ഇന്നസെൻ്റ് ചേട്ടൻ, അവരുടെ കോമഡി ലൈൻ വേറെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ ചെറുതെന്തെങ്കിലും ആയിരിക്കും എന്നുള്ളൊരു വിചാരമായിരുന്നു. പക്ഷെ പടം വന്നപ്പോഴാണ് എത്ര ചെറുതാണെങ്കിലും അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായത്. ശരിക്കും ആ സിനിമ തന്നെയാണ് ചേട്ടന് ഹൈലൈറ്റ് ചെയ്തതും. സിനിമ എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ഒരു ഗുണം തന്നെയാണ്, ആ സിനിമയുടെ ക്ലാസ് എന്നുള്ളതാണ്, കഥാപാത്രത്തിൻ്റെ. പിന്നെ ലാലേട്ടൻ്റെ മനോഹരമായിട്ടുള്ള വിളി, അത് പല രീതിയിലുള്ളൊരു വിളി കാര്യങ്ങൾ. അത് ലാലേട്ടൻ ആയതുകൊണ്ടാണ് അത്രയും ഗംഭീരമായിട്ട് സ്വീറ്റായിട്ട് വിളിച്ചത്. ഈ മണിച്ചിത്രത്താഴിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷന് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് സരസസുന്ദരി എന്ന പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഇതുപോലെ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടോ ലൊക്കേഷനിലോ? എനിക്ക് ആ ഡാൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വല്ലാത്തൊരു ഫീൽ ചെയ്തിരുന്നു. കാരണം ഒരു മുறை വന്ന് പാറായോ ഷൂട്ട് ചെയ്യുമ്പോൾ ശോഭന മാഡത്തിൻ്റെ അതിനൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു ഇത് ഫീൽ ചെയ്തിരുന്നു എനിക്ക്. സാറ് ഇങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞു തരും ഫാസിൽ സാറ്. അപ്പം നമുക്ക് ചെറിയൊരു പേടി വരും. പുള്ളി ചില കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ സിനിമ കാണുന്ന പോലെ തന്നെ സാറ് പറഞ്ഞു തരാം. അനിയത്തിപ്രാവിൻ്റെ ക്ലൈമാക്സ് ഒക്കെ പുള്ളി പറഞ്ഞു തന്നിട്ട് നമുക്കിങ്ങനെ ആകെ രോമാഞ്ചം വരുമായിരുന്നു. തിയേറ്ററിൽ നമുക്ക് കിട്ടിയ അതേ എക്സ്പീരിയൻസ് സാറ് കഥ പറഞ്ഞപ്പം കിട്ടിയെന്നുള്ളതാണ്. അപ്പം നമുക്ക് അടുത്ത ഗിഫ്റ്റ് എടുക്കാം. വെയിറ്റ് ഉണ്ടോ അതിനും? ഞാൻ അല്ലേ വെയിറ്റ് ഇല്ല, കിഴിഞ്ഞുണ്ടല്ലോ. അതാണ് ഇനി ടാസ്ക് ഒക്കെ ഉണ്ട് ചിലങ്ക കേട്ട് ഡാൻസ് ചെയ്യാനൊക്കെ. പിന്നെന്തിനാ ചിലങ്ക? അത് നീ ഏതാ ഡാൻസ് കാണുമ്പോൾ ചെറുതായിട്ട് പേടി വരുന്നുണ്ട് കേട്ടോ. ഒന്ന് സൈലന്റ് ആയിട്ടിരുന്നാ സത്യം.
നീ പറഞ്ഞത് ശരിയാ. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ഒരു സാധനം വരും. അത് ശരിയാ പറഞ്ഞു. പ്രത്യേകിച്ച് ഇത് കാണുമ്പോൾ ശരിക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ ഒരു ഹൊറർ ഫീൽ. അവരുടെ ഹൊറർ ആ സിനിമയുടെ ആ സംഭവങ്ങളൊക്കെ തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ഈ നൃത്തത്തിലുപരിയായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ആ ഒരു മ്യൂസിക് കേൾക്കുമ്പോഴേ ഇവിടെ എന്തോ ആരോ പാദസരം കെട്ടി വരുന്നുണ്ട് എന്നുള്ളൊരു ഫീല് ഉണ്ടാവും. തോന്നുന്നുണ്ട്. ഇത് ഗംഭീരായി, നല്ല പാദസരം. എന്നാൽ കളിച്ചോ. ഞാൻ ചേട്ടനാ അത്. ഇല്ലില്ല, കളിച്ചോ, കുഴപ്പമില്ല. നിനക്ക് ഈ ഹൊറർ ഫീലിംഗ് കറക്റ്റ് ആയിരിക്കും. എന്നെ കണ്ട ഹൊററായിട്ട് തോന്നുന്നതല്ലേ? അല്ല അതല്ല. അപ്പോൾ അടിപൊളി. അപ്പൊ ഇതിനെക്കുറിച്ച് പറയാൻ ഒന്നുമില്ല. ഇത് നല്ലതാണ്, പാദസരം ബെസ്റ്റാണ്, ഡാൻസ് ചെയ്യാൻ പറ്റും. അതല്ല ചേട്ടാ, മണിച്ചിത്രത്താഴില് ഈ ശബ്ദം കേൾക്കും ഫീൽ ചെയ്യുന്ന കാര്യം. ശബ്ദം കേൾക്കുമ്പോൾ എന്തായാലും പേടി വരും, ഉറപ്പാണ്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു, തുറന്നപ്പോൾ തന്നെ ചെറിയൊരു ഫീൽ ഉണ്ടായിരുന്നു, ഒരു സൈലൻസിൽ ഉണ്ടാവുന്ന ഒരു ഫീല്. പിന്നെ ശോഭ മാഡത്തിൻ്റെ ഡാൻസ്, അതാണ് കാര്യമായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത്. ആ എക്സ്പ്രഷനും അഭിനയമൊക്കെ തന്നെയാണ് ഓർമ്മ വരുന്നത്. പാട്ടെടുക്കുമ്പോൾ ഞാൻ ആ സെറ്റിൽ ഉണ്ടായിരുന്നു അവിടെ. നാഗർകോവിൽ പത്മനാഭപുരം പാലസിൽ. പിന്നെ ആ പാലസിൽ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഞാൻ പത്മനാഭപുരം പാലസിൽ ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് മുമ്പ് പോയ സമയത്ത് അവിടെ നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരും. അത് രാജാവ് കുളിക്കാൻ പോയ കുളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ രാജാവിനെ പറ്റി, രാജാവിനെ മഞ്ചലിൽ ആനയിക്കുന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട്, അവിടെയാണ് തോഴിമാർ നൃത്തം ചെയ്ത സ്ഥലം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുതരും. പക്ഷെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എന്താ പറയുക അറിയാം, ഇവിടെയാണ് ശോഭന ഡാൻസ് ചെയ്തത്, ഇവിടെയാണ് മോഹൻലാൽ കുളത്തിലേക്ക് ചാടിയത്, അല്ലെങ്കിൽ ഞാൻ കുളത്തിലേക്ക് ചാടിയത്. ഇപ്പം കംപ്ലീറ്റ് മാറി, പാലസ് മാറി, ഇപ്പം മണിച്ചിത്രത്താഴായി അവിടെ. അതാണ് ആ സിനിമ കൊണ്ടുവന്ന മാറ്റം. ആ സിനിമയുടെ അത് വലിയ മാറ്റമല്ലേ. കാരണം പഴയ ചരിത്രം പറയുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഇതും കൂടെ പറയുകയാണ് അവർ, ഓർമ്മിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റിയതാ ഈ സിനിമയാണ്. അവിടുത്തെ വരാന്തകളും കാര്യങ്ങളും ഒക്കെയാണ്. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ? ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് പറ്റൂല, നിനക്ക് പറ്റും. ചേട്ടനെ കൂടെ നൃത്തം കളിപ്പിക്കാനാണ് ശരിക്കും ഞാൻ തന്നത്. ഇത് കെട്ടിയാൽ ചിലപ്പോൾ ആരായാലും കളിച്ചു പോകും. ട്രൈ ചെയ്ത് നോക്കാം. വേണ്ട. അപ്പൊ അടുത്ത ഗിഫ്റ്റ് എന്തോ ഉണ്ട് കാര്യമായിട്ട്. കാര്യമുണ്ട്, പക്ഷെ വെയിറ്റ് കുറവാണ്. ചിലങ്കയും കിണ്ടിയും കഴിഞ്ഞു. ഇനി എന്തായിരിക്കും? ഇനി എന്ത്? ഇനി എന്തായിരിക്കും നോക്കാം. എന്താ? സമയം ശരിയാണോ നോക്കാനാണോ? അതെന്താ? ഓ, കണ്ടില്ലേ? പെട്ടെന്ന് പൊട്ടുവോ? നാഗവല്ലി ഭാഗത്ത് ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. നാഗവല്ലി വേണമെങ്കിൽ ഞാനാവും. അതേ പറഞ്ഞത്. അത് അറിയില്ല, അത് കല്ലെടുത്ത് എറിയുന്നൊന്നും അറിയാൻ പറ്റൂല. നാഗവല്ലി അത്രയും ഫാസ്റ്റാണ്, ഭയങ്കര കോൺസെൻട്രേഷനാണ്, കറക്റ്റായിട്ട് പോകും. ഈ സീനിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ സീനെ പറ്റി പറയുന്നത് ശരിയല്ല അത്. കാരണം ഇതൊരു ടെക്നിക്കാണ് ആ പടത്തിൽ. കാരണം നമ്മളെല്ലാം ഞെട്ടിയ ഒരു സിറ്റുവേഷൻ ആണല്ലോ. ഞാൻ അടക്കം ഞെട്ടിപ്പോയി ആദ്യം. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് പോലും മനസ്സിലായില്ല. ശരിക്കും അതെങ്ങനെയാ സംഭവിച്ചത്? അത് ഞാൻ പറയൂല, അത് ഞാൻ പറഞ്ഞ ടെക്നിക്കാണ്. അത് പറഞ്ഞാൽ പോയില്ലേ, ആ സിനിമ കാണാൻ ആസ്വദിക്കാൻ പറ്റൂല. പക്ഷെ വലിയ നിങ്ങളീ പറഞ്ഞ പോലെ CG ടെക്നിക്ക് അതൊന്നും അല്ല കേട്ടോ. അത് എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് ചെയ്തൊരു കാര്യമാണ് അവിടുന്ന്. ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ CGയിൽ പലതും എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, ഗ്ലാസ് മുറിക്കുകയൊക്കെ ചെയ്യാമല്ലോ, ബ്രേക്ക് ചെയ്യാം. പക്ഷേ അത് അവിടുന്ന് ചെയ്തൊരു പരിപാടിയാണ്. ഫാസിൽ സാറും ടീമും ആർട്ട് സെക്ഷനും എല്ലാവരും കൂടി ചെയ്തൊരു പരിപാടി. ഞാനും ഞെട്ടി ആദ്യം. പക്ഷെ ഒറ്റ ടേക്കിന് ഓക്കെ, കാരണം രണ്ടാമത്തെ ടേക്ക് എടുക്കണമെങ്കിൽ അങ്ങനത്തെ പിന്നെ ക്ലോക്ക് കൊണ്ടുവരണമെങ്കിൽ കാലങ്ങൾ പിടിക്കും. മനസ്സിലായില്ലേ? അത് പ്രത്യേക തരം ക്ലോക്ക് ആയതുകൊണ്ടേ അത് പിന്നെ അതിൻ്റെ വേറെ ഇല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇല്ല, ഒരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റ ടേക്കിന് അത് ഓക്കെ ആക്കണം. അങ്ങനെ ഓക്കെ ആക്കി അതിനെ പൊട്ടിച്ചു. അപ്പോൾ അതൊരു നല്ല അനുഭവമായിരുന്നു എന്താണെന്നുള്ള കാര്യം. എന്തായാലും സമയം ശരിയായി വരട്ടെ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ചേട്ടാ 2 ഗിഫ്റ്റ് കൂടിയേ ഉള്ളൂ. ഞാൻ ആലോചിക്കുന്നത് മണിച്ചിത്രത്താഴിൻ്റെ പ്രോപ്പർട്ടീസിനെ ഇത്ര അധികം പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം, ഓരോ കാര്യത്തിലും അല്ലേ? അതെ, കുറച്ച് പേരുണ്ടല്ലോ. അപ്പൊ എന്തോ കാര്യമായിട്ടുണ്ട് അതിനകത്ത്. അത് കിണ്ടി നമ്പർ 2 ആണോ? അത് 93 കിണ്ടി, ഇത് 2024 കിണ്ടി, അങ്ങനെയൊന്നും അല്ലല്ലോ. കീറാൻ നല്ല രസം. ഇനി അടുത്ത് എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? എന്ത്? ഇപ്പൊ ഇത്രയായില്ലേ? കിണ്ടി ചിലങ്ക ക്ലോക്ക്. ഇനിയിപ്പോൾ അതിനകത്ത് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ പല പ്രോപ്പർട്ടീസും ഉണ്ട്. എന്നാലും വെയിറ്റ് വെച്ചിട്ട് എന്തായിരിക്കും?
ചെരുപ്പൊന്നുമല്ലല്ലോ, മെതിയടി ഒന്നുമല്ലല്ലോ. സുരേഷ് ഗോപിയേട്ടൻ അവസാനം വരുന്നില്ലേ? ഏയ് അതെ നോക്കാം. അത് കലക്കി, എന്തത്? അത് കലക്കി. പെട്ടെന്ന് എന്താ ഇത് മിനറൽ വാട്ടർ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ കിട്ടിയതുകൊണ്ടേ ആലോചിക്കുന്നില്ല. അത് വാട്ടർ എന്നുള്ള പ്രയോഗം പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. പിന്നെയാണ് മനസ്സിലായത് വാട്ടർ അല്ല, നമ്മുടെ അനശ്വര നടൻ അല്ലേ, അതെ, പപ്പുവേട്ടൻ്റെ വെള്ളം. അയ്യോ അടിപൊളി, അത് ഗംഭീര സാധനം. വെള്ളം സർപ്രൈസ് ആയില്ലേ? അടിപൊളി, അത് കലക്കി. അത് പിന്നെ അത് പപ്പുവേട്ടൻ അത് ചെയ്തൊക്കെ എന്ത് രസമായിട്ടാണെന്ന് അറിയാം. ലാസ്റ്റ് ടൈലൻഡിൽ പോകുന്ന ഒരു തുള്ളി പോകുന്നില്ലേ വെള്ളം, അത് ലാലേട്ടൻ പറയുന്ന ടൈമിൽ തന്നെ പുള്ളി ചാടണം. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീര പെർഫോമൻസ്. ഓ അത് കലക്കി വെള്ളം. പ്രതീക്ഷിക്കാതെ ഗിഫ്റ്റ് തരും, അതാണ് ഞങ്ങൾ. ഇത് പ്രതീക്ഷിച്ചില്ല. കാരണം ഈ വെള്ളം ഒരിക്കലും നമുക്ക് ഇങ്ങനെ തരാൻ പറ്റുന്നുള്ള ആലോചിക്കുന്നില്ലല്ലോ. കാരണം അതിലെ വെള്ളം കാണിക്കുന്നതൊക്കെ തന്നെ ഈ താഴെ വീണെടുക്കുന്ന വെള്ളം, അങ്ങനെ റോഡിലെ വെള്ളം ചളിയൊക്കെയാണ് കാണിക്കുന്നത്. അതിങ്ങനെ ഇതിലേക്ക് നിങ്ങൾ എന്താക്കി ആവാഹിച്ച്, അതാണ് വെള്ളത്തിന് ആവാഹിച്ചെടുത്തിട്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ഗിഫ്റ്റ് അല്ലേ, അതും കൂടെ നോക്കാം. ഇത് ഗസ് ചെയ്ത് കറക്റ്റ് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് എംപ്റ്റി ആണല്ലോ. എംപ്റ്റി ആയിരിക്കില്ല ഇത്. വെറുതെ കൈയിട്ട് നോക്കല്ലേ ചേട്ടാ, നോക്കിയിട്ട് ഇതൊന്നും ചെയ്യില്ല, എനിക്കറിയാം. പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഗിഫ്റ്റ് ആയതുകൊണ്ടല്ലേ അതെ, ചോദ്യങ്ങളെ കഴിയുകയും ചെയ്തു. ഇനിയിപ്പോ എന്തെങ്കിലും പിടിച്ചു കയറാ വേണ്ടേ? അതെ, ചേട്ടാ സൂക്ഷിച്ചേ. അത് എനിക്കല്ലായിരുന്നു വേണ്ടത്, നിനക്കായിരുന്നു. എന്ത് കറക്റ്റാ, അത് തെറ്റിപ്പോയി ഇവർക്ക് തരാനുള്ള. നിനക്ക് കറക്റ്റ് ചേരുവരുന്നത്. പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വെക്കും. അതെ അതെ അതെ, ചെവിയിലല്ലേ? ആവശ്യമില്ല, എന്നാലും വെച്ചോ. എനിക്ക് ആവശ്യമില്ല, അതിനാവശ്യം വരുന്നില്ല. ബുദ്ധി കൂടുതലായതുകൊണ്ട്. അല്ല അതല്ല, ഇതിപ്പം ഇത് വെച്ചാലല്ലേ ഇത് ഉണ്ട് എന്നുള്ള മനസ്സിലാവുള്ളൂ, കുഴപ്പക്കാരനാണെന്ന്. വെച്ചില്ലെങ്കിലും മനസ്സിലാവും ചില ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചെറുതായിട്ട്. നമ്മുടെ പപ്പുവേട്ടൻ്റെ തന്നെ സംഭവം. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. എനിക്ക് സംശയമുണ്ട്, നിങ്ങൾ എനിക്ക് നേരത്തെ ചായ തരാനുള്ള പരിപാടി പ്ലാൻ ചെയ്തല്ലോ ഇവിടെ, അതിലും ഉണ്ടല്ലോ ഒരു ചായ കൊടുക്കുന്നത് നകുലന്. അങ്ങനെ വല്ലത് ഗിഫ്റ്റും തന്നാൽ ഇവരെ പറയും. നമ്മളെങ്ങനെ ചെയ്യോ? ചേട്ടാ ചെവിയിൽ വെക്കാൻ തന്നത് ശരിക്കും വെച്ചോ, ചേട്ടനൊക്കെ നോക്കണോ? എനിക്ക് വെച്ച് പരിചയമില്ല, എന്നാലും കുഴപ്പമില്ല ചേട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളി, സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാ ഗിഫ്റ്റുകളും അതിഗംഭീരം തന്നെ. ഞാൻ വിചാരിച്ചതൊക്കെ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളാണ് വിചാരിച്ചത്. ചേട്ടൻ കൊണ്ടുവെക്കോ? എന്തിന്? ചെമ്പരത്തി പൂ. വെറുതെ ആളെ പേടിപ്പിക്കാനോ? ചിലങ്കി ചെമ്പരത്തിപ്പൂവും കിണ്ടിയും വെള്ളവും ഒക്കെ മനുഷ്യൻ ഉറക്കം വരില്ല, മനുഷ്യത്താണ് മാത്രമേ മനസ്സിൽ വരുള്ളൂ. അപ്പൊ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് സിനിമ വീണ്ടും റിലീസ് ആവുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പൊ കൂടിയില്ലേ? നല്ലൊരു പരിപാടി, ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇത് നിങ്ങൾ ഇതിനകത്തേക്ക് ആവാഹിച്ചില്ലേ വെള്ളത്തെ, അത് കലക്കി. വെള്ളം വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. വേണ്ട 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 വേണ്ട, അത് മന്ത്രവാദം ചെയ്ത വെള്ളമായിരിക്കും, എനിക്ക് വേണ്ട. നമ്മുടെ ഇക്കാലത്ത് ഒരുപാട് പേര് സിനിമാ മേഖലയിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന കുറെ യുവാക്കൾ ഉണ്ട്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് അവരോട് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് എങ്ങനെയായിരിക്കും? ഇപ്പോഴത്തെ ആൾക്കാരോടൊന്നും പ്രത്യേകിച്ച് അഡ്വൈസ് ഒന്നും ആവശ്യമില്ല. ഒരുവിധം എല്ലാ ആൾക്കാരും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ പുറമേ നിന്ന് സിനിമ മൊത്തം പഠിച്ചിട്ടാണ് പല ആൾക്കാരും ഇപ്പോൾ സിനിമയിലേക്ക് വരുന്നത്. പണ്ടൊക്കെ അങ്ങനെയല്ല, ഒരു സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് സിനിമയെക്കുറിച്ച് അറിയുന്നതും കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും. അങ്ങനെ എക്സ്പീരിയൻസിലൂടെയാണ് പലരും സിനിമയിൽ കൂടുതലും പുരോഗമിക്കുന്നത് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ പോലെ കുറേയൊക്കെ പ്രിപ്പയർഡാണ്. അതായത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ബാക്കിയുള്ള ഒരു മാർക്കറ്റിംഗ് ഇതിൽ പ്രധാന ഘടകമാണല്ലോ. അപ്പോൾ അതുവരെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് പല ആൾക്കാരും വരുന്നത്. അതൊക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, നല്ല നല്ല കഥാപാത്രങ്ങളായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. മാർക്കറ്റിങ്ങും ഹീറോയിസും ഒക്കെ വേണം, നല്ലതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അതിനൊരു ത്രില്ലിങ് അല്ലെങ്കിൽ വെല്ലുവിളി, ഓരോ കഥാപാത്രമായിട്ട് മാറുക എന്ന് പറയുന്നതിൻ്റെ ഒരു ത്രില്ലിങ് ഭയങ്കരമാണ്. അപ്പോൾ അതിനുവേണ്ടി പഠിക്കാൻ മാക്സിമം ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ചേട്ടാ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന് ഇതൊക്കെ ചെയ്തതിന് എനിക്ക് ഭയങ്കര സന്തോഷം. ശരിക്കും ഞാൻ ഇങ്ങനെ ഇത്രയും വിചാരിച്ചില്ല. ആണല്ലേ? കുളയില്ലേ? പിന്നെ
കൂളാണ്. എന്നാ പിന്നെ ആ ചെലങ്ക കെട്ടിയിട്ട് ആ ചെമ്പരത്തി കൊണ്ട് വെച്ചിട്ട് ഒന്ന് തുടങ്ങിക്കോ. വൈൻഡപ്പ് ആണോ? ഓക്കെ.